അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 മെയ് 11-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പപ്പയ്ക്ക് സ്ട്രോക്കും പിന്നെ നേരത്തെ ഹാർട്ട് അറ്റാക്കും വന്നിട്ടുണ്ടായി. പിന്നെ എൻ്റെ അമ്മക്ക് മസ്കുലർ ഡിസ്ട്രഫി എന്ന് പറയുന്ന രോഗമായിരുന്നു. അപ്പോൾ ഭിന്നശേഷിക്കാരിയായിരുന്നു. 2 പേരും മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ. ഞാൻ ഒരു മകളാണ് അവർക്കുള്ളത്. ഞാൻ BSc നേഴ്സിങ്ങിന് അഡ്മിഷൻ എടുത്തു. പഠിക്കാനായിട്ട് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു മാർഗമില്ലാതിരിക്കുന്ന സമയത്ത് വേറെ ആരിലും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗം വെച്ചു, മാതാവേ എന്നെ ഈ BSc നേഴ്സിംഗ് കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ആക്കാനും നല്ല രീതിയിൽ എൻ്റെ കുടുംബത്തെ കൊണ്ടുപോകാനും എനിക്ക് സാധിക്കണേ എന്ന് ഞാൻ നിയോഗം വെച്ചു. സെക്കൻഡ് ഇയറിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ പപ്പയ്ക്ക് വീണ്ടും 2ാമത് സ്ട്രോക്ക് വന്നപ്പോൾ ഒപ്റ്റിക് നെർവിന് ബ്ലഡ് ക്ലോട്ടായി. അങ്ങനെ കാഴ്ച ശക്തി ഭൂരിഭാഗവും കുറഞ്ഞു. അങ്ങനെ ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം വളരെ പ്രതിസന്ധിയിലായി. മുന്നോട്ട് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി. വീട്ടിലെ ആരും സഹായത്തിനില്ലാതായി. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ കോഴ്സ് നിർത്തി വീട്ടിലോട്ട് പോര്, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതി, എന്തെങ്കിലും സെയിൽസ് ഗേളായിട്ടോ അങ്ങനെ എന്തെങ്കിലും പോയാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് വീണ്ടും പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ BSc നേഴ്സിംഗ് നല്ല രീതിയിൽ പാസ്സായി. അതിനുശേഷം മാർച്ചിൽ റിസൾട്ട് വന്ന് ഞാൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പല ഹോസ്പിറ്റലുകളിലും ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തിട്ടും CV അയച്ചു കൊടുത്തിട്ടും എന്നെ ഒരിടത്തും വിളിക്കുന്നുണ്ടായിരുന്നില്ല. 2-3 വിളിച്ചിട്ടും അറ്റൻഡ് ചെയ്തിട്ടും അതൊന്നും കിട്ടിയില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രാജഗിരി ഹോസ്പിറ്റലിൽ തന്നെ കിട്ടണം എന്നുള്ളത്. അത് പഠിക്കുമ്പോഴേ എനിക്ക് അവിടെ കയറണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അവിടെ വോക്കിൻ ഇൻ്റർവ്യൂ ഇല്ല. ഞാൻ CV അയച്ചിട്ടാണെങ്കിൽ അവർ വിളിക്കുന്നുമില്ല. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, 21 ദിവസത്തിനുള്ളിൽ നിന്നെ അവിടെ നിന്ന് വിളിക്കും എന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫോൺ സൈലൻറ്റ് മോഡിലാണ് ഞാൻ വെച്ചത്. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എന്നെ ഒരു കോൾ വന്നിട്ടുണ്ട്, അൺനോൺ നമ്പറാണ്. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അത് രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നാണ് എന്നെ വിളിച്ചത്. അവർ പറഞ്ഞു ഇൻ്റർവ്യൂവിന് വരണം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് രജിസ്ട്രേഷൻ ആയിട്ടില്ലായിരുന്നു. വേറെ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വീണ്ടും ഡേറ്റ് ഇട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, ജൂൺ 25-നുള്ളിൽ എന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിളിക്കണം എന്ന്. എനിക്ക് ജൂൺ 20-ാം തീയതി അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായി ഇൻ്റർവ്യൂ നല്ല ടഫായിരിക്കും, കിട്ടാൻ സാധ്യത കുറവായിരിക്കും എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് എന്നോട്. ഞാൻ ഉപ്പും കാശ് രൂപവും ഉപയോഗിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്കവിടെ ജൂലൈ 4-ാം തീയതി എന്നോട് അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. ഇതെല്ലാം എനിക്ക് അമ്മ മാതാവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ്. ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, എനിക്ക് കോഴ്സ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും 1 മാസത്തോളം എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കോൺവെൻറ്റിൽ ഓൾഡ് ഏജ് ഹോമാണ്. അവിടെ അമ്മൂമ്മമാരെ നോക്കാനും അവരെ കുളിപ്പിക്കാനൊക്കെ എനിക്ക് അവരൊരു അവസരം തന്നു. അങ്ങനെ കാരുണ്യ പ്രവർത്തനമായി അവിടെ ചെയ്യാൻ സാധിച്ചു. ഞാൻ ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി പത്രം ഞങ്ങളുടെ അവിടുത്തെ ഹോസ്പിറ്റലിൽ രോഗികൾക്ക് കൊണ്ടുപോയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് വന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എളിമയോടെ ജീവിക്കാനും കൂടുതൽ മറ്റുള്ളവരോട് സ്നേഹത്തോട് പെരുമാറാനുമുള്ള അനുഗ്രഹം കിട്ടി. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ബ്ലസ്സി എസ്തേർ എന്ന ഈ മകൾ തൻ്റെ BSc നേഴ്സിംഗ് പഠനം നടക്കുമ്പോൾ വീട്ടിൽ 2 മാതാപിതാക്കളും വല്ലാതെ രോഗാവസ്ഥയിലും ക്ലേശത്തിലുമായി വരുമാനമൊന്നുമില്ലാത്ത അവസ്ഥയിലെത്തി. മകളാകെ പഠനം പാതിപടിയിൽ ഉപേക്ഷിക്കേണ്ട സാഹചര്യം എത്തുമ്പോൾ ഉടമ്പടിയെടുത്ത് ജീവിച്ചു തുടങ്ങിയപ്പോൾ ഒത്തിരി പേരിലൂടെ മകൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, കുടുംബത്തിനകത്തുള്ള ചിലവുകൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് സഹായം ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ആ BSc നേഴ്സിംഗ് പഠനം അമ്മ മാതാവിൻ്റെ കരങ്ങളിലൂടെ ലഭിച്ച, അമ്മ മാതാവിൻ്റെ കരവലയത്തിനുള്ളിൽ ലഭിച്ച സ്നേഹത്തണലിലാണ് മകൾ പൂർത്തിയാക്കുന്നത്. മകൾ ഏതാണ്ട് ഒരു 5 മാസം മുമ്പ് ഈ സാക്ഷ്യമി എൽത്താരയിൽ പങ്കുവെച്ചതാണ്. അതിനുശേഷമാണ് മകൾ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങുന്നത്. അത് മകൾ ഒത്തിരി ഇടങ്ങളിൽ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു. ഓരോ ഇടത്തും പുതിയ ആൾക്കാരെ എടുക്കില്ല എന്ന് പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നു.
മകൾ ആദ്യം മുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നത് രാജഗിരി ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലിക്ക് പ്രവേശിക്കുവാൻ സാധിക്കണമെന്നാണ്. യാതൊരു വഴിയും മകളതിൽ കാണുന്നുമില്ലായിരുന്നു. അങ്ങനെയാണ് അച്ഛനെ വന്ന് കണ്ട് പ്രത്യേകമായിട്ട് സൈത്തപൂശി ബലപ്പെടുത്തി പ്രാർത്ഥിക്കുന്നത്. അച്ഛനെന്ന് മകളോട് പറഞ്ഞിരുന്നു സാക്ഷ്യം പറയുവാനായി വന്നുകൊള്ളുവാനായിട്ട്. മകൾ അതുപോലെ അമ്മമാതാവിൽ ആശ്രയിച്ച് ജൂൺ 23 മുമ്പ് ഒരു ജോലി ആഗ്രഹിക്കുന്നിടത്ത് ലഭിക്കുവാൻ വേണ്ടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മകൾ പറയുന്നുണ്ട്, ഇവിടെ ഉടമ്പടി പുതുക്കുവാനായി വരുമ്പോൾ അവിടുന്ന് ഒരു കോൾ വന്നു, അറ്റൻഡ് ചെയ്തു. അപ്പോൾ രജിസ്ട്രേഷൻ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ജോലിയിൽ അപ്പോൾ പ്രവേശിക്കുവാൻ പറ്റിയില്ല. പിന്നീടും ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും അമ്മ മാതാവ് തന്നെ കരം പിടിക്കും. കാരണം 0-ൽ നിന്ന് 0- നിന്ന് തൻ്റെ കുടുംബവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ മാറിയപ്പോൾ വളരെ നന്നായി അമ്മ മാതാവാണ് കരം പിടിച്ച് ഇത്രത്തോളം എത്തിച്ചതെങ്കിൽ, ആശ്വാസ തീരത്തേക്ക് അണച്ചതെങ്കിൽ ഇനി ഉയർച്ചയുടെ നാളുകളിലേക്കും അമ്മ തന്നെ നയിക്കുമെന്ന് മകൾക്ക് ഉറപ്പായിരുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവെച്ചത്. ഈ കഴിഞ്ഞ ഇടയുണ്ടായ ഇൻ്റർവ്യൂവിൽ മകളെ വിളിക്കുകയും മകൾക്ക് ജോലി നൽകുകയും ജൂലൈ മാസം പ്രവേശിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു. എളിയവരെ എപ്പോഴും ദൈവം താങ്ങി നടത്തുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണീര്, അവസ്ഥകൾ, സാഹചര്യങ്ങൾ അത് ദൈവത്തിനെപ്പോഴും മനസ്സിലാവുന്നതാണ്. നമ്മൾ ഒന്ന് വിശ്വസ്തയോടുകൂടി ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിതത്തെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ വട്ടം പിടിച്ചുകൊണ്ട് അതൊരിക്കലും ചിതറിപ്പോവാതെ തകർന്നു പോകാതെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും വഴികളിലൂടെ മുന്നോട്ട് പോകുവാൻ നമ്മളെ നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കും. ഉടമ്പടി നമ്മോട് ചോദിക്കുന്നത് ദൈവിക പദ്ധതിയോട് ചേർന്ന് ജീവിക്കുവാൻ തയ്യാറാണോ എന്നാണ്. ദൈവിക പദ്ധതി പ്രകാരം ജീവിതത്തെ വിട്ടുകൊടുക്കുവാൻ നമ്മൾ സന്നദ്ധരാണെങ്കിൽ ദൈവികമായ അനുഭവങ്ങൾ കൊണ്ട് ജീവിതം നിറയപ്പെടുന്നത് നിരന്തരം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുവാൻ സാധിക്കും. അപ്രകാരം ഒരു സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെക്കുക. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഭവങ്ങൾക്കും അനുഗ്രഹത്തിനും ജോലിക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.